ഇന്നത്തെ സമരമൊക്കെ നല്ലത് തന്നെ, ഹർത്താലൊക്കെ നല്ലത് തന്നെയാണ്. ഇതിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇന്നത്തെ ഹർത്താൽ കൊണ്ടുപോയി. പക്ഷേങ്കിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ കണ്ടത് ഒരു ക്യാൻസർ പേഷ്യൻ്റ്, അവരുടെ ആ പേഷ്യൻറ്റിനെ കൊണ്ടിട്ട് അവരുടെ വൈഫ് അത്യാവശ്യം ഏജ്ഡാണ്, 60 എബോവ് ഉള്ള ആൾക്കാരാണ്. അവരെ കടത്തി വിടുന്നില്ല. ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് ഓർക്കണം. അങ്ങനെ എത്ര പേര് അതിനകത്ത് ഉണ്ടായിരുന്നുണ്ടാവും. ഓരോ മെഡിസിനും എനിക്ക് പോലും മുടങ്ങാൻ പറ്റാത്ത മെഡിസിൻ ഉണ്ട്. അത് മുടങ്ങിക്കഴിഞ്ഞ് ഞാൻ എന്നാണ് മുടങ്ങണം അന്ന് തൊട്ട് 2 ഇയർ വീണ്ടും ഞാൻ കഴിക്കണം. അപ്പോൾ അതുപോലെ ഞാനൊക്കെ ആണെങ്കിൽ മിണ്ടില്ല. കാരണം എന്ത് ചെയ്യാനാണ്? അപ്പോൾ സമരത്തിനിടയ്ക്ക് കയറിപ്പോകാൻ പറ്റില്ലല്ലോ. പക്ഷേങ്കിൽ അവർക്ക് ക്യാൻസർ പേഷ്യൻസാണ്. അവർക്ക് മരണം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് മരണം ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് മരണം ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പോവില്ല. അപ്പം ജീവിക്കാൻ ആഗ്രഹമുള്ളവർ മരണപ്രാളം കൊണ്ട് അവിടെ ചെന്ന് അടിയുണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം. അപ്പോൾ അതിലിടയ്ക്ക് ഒരാൾ പറയുന്നുണ്ട്, അയാളോടൊന്ന് അവർ കയർക്കുന്നു, ഞങ്ങളെ കയറ്റി വിട്, ഞങ്ങളെ പറഞ്ഞു വിട്, അവർക്ക് ബസ്സിലല്ലേ പോകാൻ പറ്റുള്ളൂ. എവിടെ തിരുവനന്തപുരത്ത് എത്തണ്ടേ, എങ്ങാണ്ട് എവിടെ നിന്നാണ് വരുന്നതാണ്. അപ്പോൾ ഉണ്ട് അതിലൊരാൾ പറയുന്നു വിടൂല, ഇനിയിപ്പോൾ എന്തായാലും വിടൂല. ഇതൊക്കെ മനുഷ്യത്വമാണോ? ആ കുഞ്ഞിന് നീതി കിട്ടണം. ഓക്കെ, അവർക്ക് നീതി കിട്ടണം. അതിനോട് ഞാൻ യോജിക്കുന്നു. ഇന്നലെ ഞാൻ അതിന് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. പക്ഷേങ്കിൽ ഇതേ നീതി ഇവർക്കും കിട്ടണ്ടേ, എല്ലാവർക്കും കിട്ടണം. പിന്നെ അത്യാവശ്യ വാഹനങ്ങളൊക്കെ വിടണം, അത് നോക്കിയിട്ട്. അപ്പം ഞാനൊന്നും പുറത്തിറങ്ങിയിട്ടില്ല, 6 മണി വരെ ഇറങ്ങിയിട്ടില്ല. ആവശ്യമില്ലാത്തവരൊന്നും ഇറങ്ങിയില്ല, എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ട്. ആവശ്യമുള്ളവരാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ അവരെ വിടാണ്ട് എന്ത് സമരമാണെന്നാണ്. അത് ഏത് രാഷ്ട്രീയമായാലും എന്തിൻ്റെ പേരിലായാലും. കുട്ടികളെ, കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്നവർ അതിന് മുല കൊടുക്കണം. ബസ്സിനകത്ത് ഇരുന്ന് എങ്ങനെ മുല കൊടുക്കും? വലിയവർക്ക് ഫുഡ് വേണം, ചെറിയ ആൾക്കാർക്ക് ഫുഡ് വേണം. ഇപ്പോൾ അസുഖങ്ങളില്ലാത്ത ആൾക്കാർ വിരളമാണ്. ഷുഗർ പേഷ്യൻസ്, ഹാർട്ട് പേഷ്യൻസ് എന്നുവേണ്ട ഒരുപാട് പേരുണ്ട്. എന്തൊക്കെ കാണിച്ചു കൂട്ടണമെന്നൊന്നും അറിയില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ഇതിൻ്റെ ഒപ്പരം തന്നെയാണ്. നീതി കിട്ടണമെന്ന് നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾ കാണിച്ചതൊക്കെ ഇച്ചിരി ക്രൂരമായിപ്പോയി. അടിയും ഇതൊക്കെ ഞാൻ കുറേ കാലം മുന്നേ കണ്ടിട്ടുള്ള അടിയും ബഹളമൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ കാണുന്നു ന്യൂസിൽ വിടാണ്ടിരിക്കുന്നു രോഗികളെയൊക്കെ, അയാളോടൊക്കെ കയർത്ത് സംസാരിക്കുന്നു. നിങ്ങൾ എന്നാൽ പിന്നെ ഇനി ഞാൻ വിടുന്നില്ല എന്ന്. പിന്നെ പൊന്നെ ചേട്ടാ, ഇനിയിപ്പോൾ ഏറലാവും ചേട്ടൻ. പിന്നെ എന്താ വെച്ചാൽ ഇത് മീഡിയക്കാരെടുത്ത് ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തു. അത് ആരും അത്രയും അവരോട് കയറക്കുന്ന കണ്ടിട്ട് പോസ്റ്റ് നന്നായി ചേട്ടാ. ആരാണ് ആ വീഡിയോ എടുത്തിട്ടാലും അടിപൊളിയായി. അയാളെയൊക്കെ പിടിച്ച് ഞാൻ കുറച്ച് ദിവസം അവിടെ ഇട്ടേക്ക്, മരുന്നും കൊടുക്കാണ്ട്. പിന്നെ എന്താണ് അതിൻ്റെ വേദനയെന്നൊക്കെ അയാൾ അറിയണം. അവർക്ക് ഞം കഴിക്കാനുള്ളതൊക്കെ അവർക്ക് സമയത്തിന് നടക്കുന്നുണ്ടാവും. അതുപോലെ അല്ലല്ലോ ചേട്ടാ, നിങ്ങൾ കടകളെല്ലാം അടയ്ക്കുന്നു, എല്ലാ കടകളൊക്കെ അടച്ചിട്ടുണ്ടാവണം. ഞാൻ പുറത്തിറങ്ങിയില്ലാണ്ട് അറിയില്ല. അപ്പോൾ ഇവർക്ക് ഒന്നുമില്ല, ആവശ്യമില്ലാണ്ടല്ലേ ഇറങ്ങുന്നത്. ഈ അടി വാങ്ങാൻ വേണ്ടിയിട്ടല്ല ആൾക്കാർ ഇറങ്ങുന്നത്. നിങ്ങൾ നോക്കിയിട്ട് തെളിവ് ഒരു പേപ്പർ വെച്ചുകൊണ്ടെങ്കിൽ നോക്കെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കാൻ കൂടെ കൂട്ടാക്കുന്നില്ല. എക്സാം എഴുതിയ കുട്ടികൾ അവരും വലിയ എക്സാമൊക്കെ ഇനി അവർ വേറെ എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിള്ളേർ ഭാവികളെല്ലാം ഇന്ന് പോയി. നിങ്ങളൊക്കെ കാരണം വളരെ തെറ്റായ ഒരു കാര്യമാണ് ഇന്ന് നടന്നത്. ഹർത്താൽ വെച്ചതിനല്ല, അതിനെതിരെ നിങ്ങൾ നടത്തിയ പ്രതിരോധം, അതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ മോശം.